ഇന്ന് ഞാനൊരു ട്രിപ്പ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവൾക്ക് എന്താ എപ്പോഴും തെണ്ടൽ തന്നെയാണോ പണി? അപ്പൊ അതൊന്നല്ല, എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ്. അതായത് എന്റെ ഷിബിന്റെ വീട്ടിൽ പോവാണ് കേട്ടോ. ഞാനും നാജിയും ഷിഫിയും കൂടെ ആണ് കേട്ടോ പോകുന്നത്. അപ്പോഴേക്ക് ഇതാ അവിടെ ഒരാൾ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പോക്ക് പെട്ടെന്നുള്ള ഒരു പോക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വഴിയിലെത്തിയിട്ടാണ് കുഞ്ഞാക്കാനോട് പോണ കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ബസ് കയറി സ്ഥലത്ത് എത്തിയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ താ ഞങ്ങൾ ഷിബിന്റെ വീട്ടിൽ പ്രതീക്ഷിക്കാതെ പോയതുകൊണ്ട് അവിടെ നിന്നൊരു പരിപാടിയായിരുന്നു. അതാ കുറേ നേരം നമ്മുടെ കുഞ്ഞുകുട്ടിനെയൊക്കെ കളിപ്പിച്ചു. പരിപാടിയുള്ള ഇങ്ങോട്ട് ഫുഡൊക്കെ അവിടെ തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പോകുന്ന ഞങ്ങൾ നേരെ മണ്ണാർക്കാടുള്ള ഈസി സ്റ്റോറിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ട്രൈപോഡ് വാങ്ങിക്കാനായിരുന്നു കേട്ടോ. കുറേ കടകളിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ നിന്നാണ് സെറ്റ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. നമ്മുടെ ഈസി സ്റ്റോറിൽ എല്ലാതും അവൈലബിൾ ആയിരുന്നു. അതായത് മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്സ്, ടാബ്ലറ്റ്സ്, സ്മാർട്ട് ടിവി, ഹോം ഓട്ടോമേഷൻ, ക്യാമറാസ്, ഹെൽത്ത് വെയറബിൾസ്, ആക്സസറീസ്, മൾട്ടിമീഡിയ, റിപ്പയർ ആൻഡ് സർവീസ്, കൂടാതെ സ്മാർട്ട് വാച്ചസ്, പിന്നെ എന്റർടൈൻമെന്റ്സും. അപ്പൊ പുതിയൊരു ഫോൺ വാങ്ങാനാണോ നിങ്ങളുടെ പ്ലാൻ? ഒരിക്കലും ഇവിടെ വരാതെ പോകരുത്. ഇവിടെ കിട്ടുട്ടോ നമുക്ക് എല്ലാ ബ്രാൻഡുകളും. പിന്നെ ബജറ്റ് ഫോണുകളിൽ നിന്ന് ഫ്ലാഗ്ഷിപ്പ് മോഡൽ വരെ ഉണ്ട് കേട്ടോ. പിന്നെ ക്യാമറ ലവേഴ്സിനായി 4K വീഡിയോ, നൈറ്റ് മോഡ്, പോർട്രേറ്റ് പെർഫെക്റ്റ്. തീർന്നിട്ടില്ല കേട്ടോ ഗെയിംസ്, ഹൈ പ്രോസസർ തീർന്നിട്ടില്ല, കൂടുതൽ സ്റ്റോറേജ്, സൂപ്പർ ക്ലിയർ ഡിസ്പ്ലേ, ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ എല്ലാം റെഡി. മാത്രമല്ല എക്സ്ചേഞ്ച് ഓഫർ, EMI സൗകര്യം, ബെസ്റ്റ് പ്രൈസ് ഗ്യാരണ്ടി. ഫോൺ വാങ്ങണമെങ്കിൽ ഒന്ന് നോക്കി പോകരുത്. നമ്മുടെ അടുത്തുള്ള വിശ്വാസനീയമായ സ്റ്റോറായ നമ്മുടെ ഈസി സ്റ്റോർ ആണ്. അങ്ങനെ കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ട്രൈപോഡ്. അത് വാങ്ങിച്ച് ഞങ്ങൾ നേരെ ഇസ്രായേലോട്ടാണ്. ഈ ഒരു ജേഴ്സി ഹിജാബിനോട് എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ അതാണല്ലോ ട്രെൻഡ്, അതുകൊണ്ട് അതൊന്നും എടുക്കാന്ന് വിചാരിച്ചു. എവിടെ ചെന്നാലും ഡെനിമിന്റെ ഈ ഒരു ഫ്രോക്കും എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടല്ല, ഇവർക്ക് വേണ്ടിയിട്ടായിരുന്നു. അതും ഒന്ന് രണ്ട് ടോപ്സും എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ മനസമാധാനം ഒന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ സ്കൂളിൽ വന്നിട്ട് പിന്നെ വന്ന ഉടനെ തന്നെ ഒരു ചെറിയൊരു കടി തട്ടിക്കൂട്ടി. നിങ്ങൾ വിചാരിക്കാത്തൊരു കടിയാണ്. രാവിലത്തെ കുറച്ച് പുട്ടിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ചെറിയൊരു പുട്ടുമാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കടുക്, കുറച്ച് വാറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇത് നല്ല പോലെ പൊട്ടി വരുമ്പോൾ നമ്മുടെ ഈ പുട്ട് ഇങ്ങോട്ട് പൊടിച്ചിട്ട് ഒരു ഭംഗിക്ക് ലേശം മഞ്ഞപ്പൊടി ആവാണ്ട് വന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുത്താൽ നമ്മുടെ സ്പെഷ്യൽ പുട്ടുപ്പ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെ പുട്ട് ബാക്കിയുള്ള ദിവസമൊക്കെ തന്നെ ട്രൈ ചെയ്യല്ലേ. ഒന്നും പോരാഞ്ഞിട്ട് ഞാൻ ഒരു പൊറാട്ട ബാലൻസ് ഉണ്ടായിരുന്നു, ആരും കാണിക്കാതെ അതങ്ങോട്ട് കഴിച്ചു. അപ്പൊ ശരി, ഓക്കെ, ഇന്നത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കല്ലേ കേട്ടോ.